ശ്രീ അനന്തപത്മനാഭൻ പള്ളികൊള്ളുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. ശ്രീ മഹാവിഷ്ണുവിൻ്റെ 24 ഭാവങ്ങളിൽ ഒന്നായ അനന്തശയനം എന്ന അനന്തപത്മനാഭനെ പാലാടിയിൽ പള്ളികൊള്ളുന്ന വിശ്വം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ചൈതന്യം, പറഞ്ഞാലും തീരാത്ത പത്മത്തെ നാഭിയിൽ വഹിച്ച് അനന്തന് മുകളിൽ പള്ളികൊള്ളുന്ന, വീണ്ടും വീണ്ടും കണ്ടു തൊഴുത് ചൈതന്യത്തെ ആവാഹിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്ന ശ്രീ പത്മനാഭ വിഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്യുക. നന്ദി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീ പത്മനാഭൻ അനന്തന്റെ മുകളിലാണ് പള്ളി കൊള്ളുന്നത് എന്നറിയാമല്ലോ. സത്വം, രജസ്, തമസ് എന്നിങ്ങനെ 3 ഗുണങ്ങളാണ് അനന്തന്റെ 3 ചുറ്റു കണക്കാക്കുന്നത്. 5 ശിരസുള്ള അനന്തന്റെ തല നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. പള്ളികൊള്ളുന്ന ശ്രീ അനന്തപത്മനാഭനെ കാണുമ്പോൾ ഈ 3 ചുറ്റുകളും 5 ശിരസുകളും നമ്മുടെ 3 ഗുണങ്ങളെയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന തത്വമാണ്. പത്മനാഭനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ കേൾക്കുന്നതെല്ലാം, പറയുന്നതെല്ലാം, അറിയുന്നതെല്ലാം ഓരോ നിശ്വാസത്തിലും ഈശ്വരനാകണം എന്ന തിരിച്ചറിവാണ് നമുക്ക് നൽകുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനന്തപത്മനാഭ ഭാവത്തിലുള്ള ഭഗവാൻ മലർന്നാണ് കിടക്കുന്നത്. ഭഗവാന്റെ വലതുകൈ നീണ്ടു നിൽക്കുന്നത് ഒരു ശിവലിംഗത്തിന് മുകളിലായാണ്. ഒരു ചെറിയ പീഠവും അതിലൊരു ശിവലിംഗവും കാണാം. ആ സുവർണ ശിവലിംഗത്തിനെ ഭഗവാൻ ആരാധിക്കുകയാണ് എന്ന് ഒരു സങ്കല്പമുണ്ട്. കൂടാതെ പ്രപഞ്ചം മുഴുവൻ പ്രളയം വന്ന കാലത്ത്, പ്രപഞ്ചം മുഴുവനും ഇല്ലാതെയാകുന്ന കാലത്ത് മഹാദേവനെ മഹാവിഷ്ണു സംരക്ഷിച്ചു നിർത്തിയെന്ന് മറ്റൊരു സങ്കല്പവും നിലനിൽക്കുന്നു. പത്മനാഭന്റെ തിരുനടയിൽ നമ്മൾ എത്തുമ്പോൾ പത്മനാഭന്റെ കൈകളാൽ ആരാധിക്കപ്പെടുന്ന മഹാദേവനെ കാണുമ്പോൾ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് മഹാദേവനും ശ്രീ പത്മനാഭനും ഇവിടെ ഒരേപോലെ ഒന്ന് തന്നെയാണ് എന്നും പരബ്രഹ്മമാണ് ഏകമെന്നും ആണ് മനസ്സിലാക്കാനാവുന്നത്. ശ്രീ പത്മനാഭന്റെ സഹോദരഭാവത്തിലാണ് ശ്രീകോവിലിൽ മഹാദേവന്റെ ശിവലിംഗമുള്ളത്. ഈ ശിവലിംഗം ഒരു അപൂർവ നിർമ്മിതമാണ്. ശൈവസാളഗ്രാമത്താലാണ് ഈ ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത മനസ്സിലാക്കേണ്ടതുണ്ട്. അനന്തപത്മനാഭൻ മഹാവിഷ്ണുവിൻ്റെ 24 ഭാവങ്ങളിൽ ഒന്നാണ്. കൂടാതെ അനന്തപത്മനാഭന്റെ ഈ വിഗ്രഹം അതിവിശിഷ്ടമായ കടുശർക്കരയോഗത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കടുശർക്കരയോഗം എന്നാൽ വളരെയേറെ നേരം വിശദമായി പറയേണ്ട വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധക്കൂട്ടാണ്. ഈ ഔഷധക്കൂട്ട് കൊണ്ട് പൊതിഞ്ഞെടുക്കുന്ന വിഗ്രഹങ്ങളാണ് കടുശർക്കരയോഗ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഇവിടെ പത്മനാഭസ്വാമി സാന്നിധ്യമാകുമ്പോൾ ഈ ശ്രീകോവിലിൽ ചുവരുകളിലാകെ നാരദരും 33 കോടി ദൈവങ്ങളും സാന്നിധ്യമാകുന്നു എന്നൊരു വിശ്വാസമുണ്ട്. മറ്റൊരു സവിശേഷത എന്തെന്നാൽ കടുശർക്കര യോഗത്തിലാണ് ഈ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് നിറച്ചിരിക്കുന്നത് പ്രത്യേകമായ രീതിയിലുള്ള ശിലകളാണ്. ഈ വിഗ്രഹത്തിന്റെ അകവശം നിറച്ചിരിക്കുന്നത് 12,000 സാളഗ്രാമങ്ങൾ കൊണ്ടാണ്. സാളഗ്രാമം എന്നാൽ നേപ്പാളിലെ ഗണ്ഡകി നദിയിലെ പ്രത്യേകമായിട്ടുള്ള ഒരു ശിലയാണ്. അതിൽ വിഷ്ണു സാന്നിധ്യമുണ്ട്. ഗണ്ഡകി നദി വിഷ്ണുവിനെ ഗർഭത്തിൽ ചുമക്കുന്നുവെന്നും അങ്ങനെ വിഷ്ണുവിൻ്റെ അമ്മയായി തീരുന്നു എന്നുമാണ് സങ്കല്പം. അങ്ങനെ വിഷ്ണുവിനെ ഗർഭത്തിൽ ചുമക്കുന്ന അമ്മയുടെ ഗണ്ഡകി നദിയിൽ ജന്മം കൊള്ളുന്ന ശിലകളാണ് സാളഗ്രാമങ്ങൾ. അതിനാൽ അവയ്ക്കൊരു ചൈതന്യം, വൈഷ്ണവ സാന്നിധ്യം വരും. ഗണ്ഡകി നദിയിലെ ശിലകൾ മാത്രമേ സാളഗ്രാമമായി സങ്കല്പിക്കാറുള്ളൂ. അത്തരത്തിലുള്ള 12,000 സാളഗ്രാമങ്ങളാണ് ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് ഉള്ളിൽ നിറച്ചിരിക്കുന്നത്. വൈഷ്ണവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന 12,000 സാളഗ്രാമം ആ ശ്രീകോവിലിന്റെ മുന്നിൽ ചെന്നു നിൽക്കുമ്പോൾ തന്നെ ഭക്തരിലേക്ക് ആ ഊർജ്ജശക്തി പ്രവഹിക്കുന്നു. 12,000 സാളഗ്രാമത്തിൽ നിന്നുള്ള ഊർജ്ജ പ്രവാഹമാണ് അവിടെ വരവരുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ. ശ്രീ പത്മനാഭൻ പ്രധാന മൂർത്തിയാകുന്ന 3 വാതിലുകളുള്ള ശ്രീകോവിൽ. ഈ ശ്രീകോവിലിൽ മഹാദേവൻ ശൈവ സാളഗ്രാമമായാണ് സാന്നിധ്യമാകുന്നത്. ശ്രീ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുയരുന്ന താമരയിൽ ബ്രഹ്മാവിൻ്റെ സാന്നിധ്യവുമുള്ളതിനാൽ ത്രിമൂർത്തി സാന്നിധ്യവും ത്രിമൂർത്തി അനുഗ്രഹവും ഭക്തർക്ക് ലഭിക്കുന്നു. ക്ഷേത്രത്തിനുള്ളിലെ 3 വാതിലുകളിൽ നടുക്കുള്ള വാതിലിൽ നമുക്ക് പ്രധാനമായും 3 മൂർത്തികളെ കാണുവാനാകും. 3 മൂർത്തികളുടെ തിളക്കമുള്ള വിഗ്രഹരൂപം. അതിൽ നിൽക്കുന്ന രൂപത്തിൽ ചതുർബാഹുവായ വിഷ്ണു രൂപവും ഇരുവശങ്ങളിലുമായി ലക്ഷ്മിയും ഭൂമിദേവിയും ഈ രൂപം നിൽക്കുന്ന രീതിയിലാണ്.
ഈ നിൽക്കുന്ന വിഗ്രഹമാണ് അഭിഷേക വിഗ്രഹം. സാളഗ്രാമങ്ങൾ കൊണ്ട് കടുശർക്കര യോഗത്തും ചെയ്ത പ്രധാന വിഗ്രഹത്തിൽ അഭിഷേകം സാധിക്കാത്തതുകൊണ്ട് നിൽക്കുന്ന രീതിയിലുള്ള ഈ ഒരു വിഗ്രഹത്തിലാണ് അഭിഷേകം ചെയ്യുന്നത്. മഹാവിഷ്ണു ചതുർബാഹുവായ വിഗ്രഹത്തിൽ ലക്ഷ്മീദേവി സമേതനായി ഭൂമിദേവി സമേതനായി നിൽക്കുന്ന ഈ വിഗ്രഹത്തിലാണ് അഭിഷേകം ചെയ്യുന്നത്. ഈ വിഗ്രഹത്തിന് തൊട്ടരികിലായി വെള്ളിയിൽ തീർത്ത മറ്റൊരു വിഗ്രഹം കാണാം. അതിരിക്കുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ്. ഇത് ശീവേലി വിഗ്രഹമാണ്. ശീവേലിയിൽ ഭക്തർ പങ്കെടുക്കുമ്പോൾ കാണാനാകുന്നത് ഇരിക്കുന്ന രീതിയിലുള്ള ഈ വിഗ്രഹമാണ്. ശ്രീ പത്മനാഭന്റെ പ്രധാന വിഗ്രഹം പള്ളികൊള്ളുന്ന രീതിയിലാണുള്ളത്. അഭിഷേകം ചെയ്യുന്ന വിഗ്രഹം നിൽക്കുന്ന രൂപത്തിൽ, ശീവേലി വിഗ്രഹം ഇരിക്കുന്ന രീതിയിലുമാണുള്ളത്. ഇതിനെ ശയനം, സ്ഥാനകം, ആസനം എന്നിങ്ങനെ 3 രീതിയിൽ വർണ്ണിക്കുന്നു. കൂടാതെ ശ്രീകോവിലിന്റെ നടുക്കുള്ള നട തുറക്കുമ്പോൾ ഭക്തർക്ക് ഇത് ദർശിക്കാനാകും. ഇത് ഭാരതത്തിൽ തന്നെ മറ്റെങ്ങുമില്ലാത്ത ഒരു പ്രധാന പ്രത്യേകതയാണ്. ഇത്തരത്തിൽ ശയനത്തിലും സ്ഥാനകത്തിലും ആസനത്തിലും ഒരേ മൂർത്തിയെ ഇങ്ങനെ 3 ഭാവങ്ങളിൽ കാണാമെന്നത് ഒരുപക്ഷെ ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിൽ കടുശർക്കര യോഗത്തിൽ തീർത്ത വിഗ്രഹം അവിടെ അഭിഷേകം ചെയ്യില്ല എന്ന് പറഞ്ഞു. പ്രത്യേക പുഷ്പങ്ങൾ മാത്രം കൊണ്ടാണ് അവിടെ അർച്ചന നടത്തുന്നത്. പുഷ്പങ്ങളാൽ അർച്ചന ചെയ്താൽ തന്നെ ആ പുഷ്പങ്ങൾ എടുത്തുമാറ്റുന്നതിന് പരിശീലനവും പരിചയമുള്ള പൂജാരിമാർ മയിൽപീലി കൊണ്ട് തഴുകിയാണ് പുഷ്പങ്ങൾ മാറ്റുന്നത്. കൈകൊണ്ട് അവ തൊടുകയോ എടുത്തു മാറ്റുകയോ ചെയ്യില്ല. അത്രമാത്രം ശ്രദ്ധയും സൂക്ഷ്മതയും ആചാരങ്ങളും വേണം എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. 2 മുനിമാരുടെ സാന്നിധ്യം ശ്രീകോവിലിന്റെ ഉള്ളിൽ കാണാനാവും. ഭൃഗുവും മാർക്കണ്ഡേയനുമാണ്. അവർ ഭൃഗുമുനി ലക്ഷ്മീദേവിയുടെ പിതൃസ്ഥാനത്താണെന്ന് സങ്കല്പം. ലക്ഷ്മീദേവിയുടെ പിതാവാണെന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ലക്ഷ്മിദേവി മനസ്സിൽ പിതൃസ്ഥാനത്ത് കരുതുന്ന ഗുരുവാണ് ഭൃഗുമുനി എന്ന് മനസ്സിലാക്കാം. മറ്റൊരു സങ്കല്പം എന്തെന്നാൽ പള്ളികൊള്ളുന്ന ഭഗവാൻ നിദ്ര നടിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഭൃഗുമുനി ഭഗവാന്റെ ഹൃദയഭാഗത്ത് ചവിട്ടുകയുണ്ടായി. ഉടനെ തന്നെ ഭഗവാൻ എഴുന്നേൽക്കുകയും അങ്ങയുടെ കാല് എൻ്റെ ഈ പരുപരത്ത പ്രദേശത്ത് കൊണ്ടപ്പോൾ വേദനിച്ചുവോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഇത് കേട്ട് ഭൃഗുമുനി ചെയ്ത തെറ്റു മനസ്സിലാക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഭക്തനോട് ഭഗവാൻ ക്ഷമിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ പാദം കൊണ്ട് ഉണ്ടായ പാട് അവിടെ തന്നെ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന്. അതാണ് ഭഗവാന്റെ മാറിലുള്ള ശ്രീവത്സം എന്നാണ് വിശ്വാസം. ഇവിടെ നാം ശ്രീ പത്മനാഭൻ എന്ന വിഷ്ണുവിനെ ശ്രീബുദ്ധനായി കൂടി കാണുകയാണ്. വിഷ്ണുവിന്റെ അവതാരമാണ് ബുദ്ധൻ എന്ന സങ്കല്പം വരുന്നതിന് ഇതും ഒരു കാരണമാണ്. ആ ഉദാത്തമായ സങ്കല്പത്തെ മനസ്സിലാക്കുവാൻ കൂടി വേണ്ടിയാണ് ഭൃഗുമുനിയുടെ സാന്നിധ്യം ഇവിടെയുള്ളത്. കൂടിയുള്ള മാർക്കണ്ഡേയ മുനിയുമായി ബന്ധപ്പെട്ട മഹാദേവന്റെ അനുഗ്രഹഭാവത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്. മാർക്കണ്ഡേയ പുരാണത്തിൽ മഹാദേവന്റെ അനുഗ്രഹഭാവത്തെ വ്യക്തമായി പറയുന്നുണ്ട്. വൈഷ്ണവ ഭക്തിയുള്ള മുനിയായി മാർക്കണ്ഡേയ മുനിയെ പറയാറുണ്ടെങ്കിലും ഭൂമിദേവിയുടെ പിതാവായിട്ടാണ് മാർക്കണ്ഡേയനെ സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ശ്രീകോവിലിൽ മാർക്കണ്ഡേയ മുനിക്ക് സ്ഥാനമുണ്ടാകുന്നത്. ലക്ഷ്മിദേവിയുടെ പിതാവായ ഭൃഗുമുനിയും ഭൂമിദേവിയുടെ പിതാവായ മാർക്കണ്ഡേയ മുനിയും ഒരു ശ്രീകോവിൽ സാന്നിധ്യമാകുന്നു. ഇതെല്ലാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ശംഖിന് വലിയ പ്രാധാന്യമാണ്. എന്നാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത് ശംഖിനു പകരം ഒരു ചിരട്ടയാണ്. ഭഗവാൻ ആദ്യ ദർശനം നൽകിയ വില്യമംഗലം സ്വാമിയാണെങ്കിലും ദിവാകര മുനിയാണെങ്കിലും അന്ന് ആദ്യം നിവേദ്യമർപ്പിച്ചത് ഒരു ചിരട്ടയിലാണ്. അതിൽ ഒരു ഉപ്പുമാങ്ങ വെച്ചാണ് നിവേദ്യമർപ്പിച്ചത് എന്ന വിശ്വാസത്തിൽ ഇന്നും അതേ ചിരട്ട തന്നെ ഉപയോഗിക്കുന്നു. ആ ചിരട്ട കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോകുന്നു എന്നതിനാൽ അത് സ്വർണം പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. ഇതുപോലെ നിരവധി പ്രത്യേകതകൾ ഇനിയുമുണ്ട്. അതൊക്കെ മറ്റൊരവസരത്തിൽ പറയാം. പുരാതനമായ ക്ഷേത്രങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുണ്ട്. ഇതുപോലുള്ള അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരുടെ അറിവിലേക്കിലേക്കായി ഷെയർ ചെയ്തുകൊള്ളൂ.